എല്ലാവർക്കും നമസ്കാരം. വെറും 20 ദിവസങ്ങളുടെ ഗ്യാപ്പിൽ രണ്ട് വ്യത്യസ്ത ശൈലിയിലുള്ള ചിത്രങ്ങളുമായി 2025 തുടക്കത്തിൽ തന്നെ മെഗാസ്റ്റാർ മമ്മൂക്ക പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുകയാണ്. കോമഡി കലർന്ന ഒരു ഡിറ്റക്റ്റീവ് ഓഫീസറായി ഗൗതം മേനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്തിരിക്കുന്ന ഡൊമിനിക്കുമായി ഈ ജനുവരി 23 ബോക്സ് ഓഫീസിൽ കത്തിക്കാനുള്ള തിരികൊളുത്തുകയാണ്. സിനിമാ പ്രേമികളെ സംബന്ധിച്ച് ഈ രണ്ട് വ്യത്യസ്ത കണ്ടന്റുകളുമായി എത്തുന്ന ചിത്രങ്ങൾ കാണാനുള്ള താല്പര്യങ്ങൾ ഒട്ടനവധിയാണ്. ഡൊമിനിക്കിന്റെ കാര്യത്തിലേക്ക് പോകുമ്പോൾ ഗൗതം മേനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്യുന്ന ചിത്രം. ക്വാളിറ്റി സിനിമകൾ മാത്രം മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച് വിജയങ്ങൾ മാത്രമുള്ള മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രം. വ്യത്യസ്തമായ കണ്ടന്റുകൾ കൊണ്ടും തേച്ച് അഭിനയം മിനുക്കിക്കൊണ്ടിരിക്കുന്ന മമ്മൂട്ടി എന്ന താരത്തിന്റെ ആദ്യത്തെ മുഴുനീള ഡിറ്റക്റ്റീവ് ഓഫീസറായിട്ടുള്ള കഥാപാത്രം കാണാനുള്ള കൗതുകവും പ്രേക്ഷകർക്ക് ഏറെയാണ്. ഇനി ഈ വരുന്ന പ്രണയ ദിനത്തിൽ, അതായത് ഫെബ്രുവരി 14 റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്ന ബസൂക്കയിലേക്ക് വരുമ്പോൾ വീണ്ടും ഒരു പുതിയ സംവിധായകനെ മലയാള സിനിമക്ക് സമ്മാനിക്കുകയാണ് മമ്മൂക്ക. നമുക്കറിയാം, മലയാള സിനിമക്ക് ഒട്ടനവധി കഴിവുറ്റ സംവിധായകരെ സമ്മാനിച്ച, അല്ലെങ്കിൽ മികച്ച സംവിധായകരെന്ന പേരെടുത്തിരിക്കുന്ന മിക്ക മലയാള സംവിധായകരുടെയും ആദ്യ ചിത്രത്തിലെ നായകൻ അത് മമ്മൂക്കയായിരിക്കും. ബസൂക്കയിലേക്ക് വരുമ്പോൾ കലൂർ ഡെന്നിസിന്റെ മകൻ ഡിനോ ഡെന്നിസ് ആണ് ബസൂക്കയിലൂടെ സംവിധാനത്തിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത്. മലയാള സിനിമയിൽ ആദ്യമായിട്ട് ഒരുക്കുന്ന ഗെയിം ത്രില്ലർ ചിത്രം. പുറത്തുവന്ന ഓരോ അപ്ഡേറ്റും ടൈറ്റിൽ കാർഡ് പോസ്റ്ററും ഓരോ പോസ്റ്ററിനും മികച്ച ക്വാളിറ്റി, പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്ന സ്റ്റൈലിഷ് ടീസർ. അങ്ങനെ സിനിമാ പ്രേമികൾക്ക് ബസൂക്ക എന്ന സിനിമ കാണാൻ വേണ്ടി കാത്തിരിക്കാനുള്ള കാരണങ്ങൾ ഒരുപിടിയാണ്. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ലാലേട്ടന്റെ തുടരുമെന്ന സിനിമയും ഈ മാസം 31 പുറത്തിറങ്ങുന്നുണ്ട്. അങ്ങനെ മലയാള സിനിമയുടെ രാജാക്കന്മാരെല്ലാം ഈ മാസം തന്നെ ബോക്സ് ഓഫീസ് കീഴടക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. നമ്മുടെ പ്രേക്ഷകർ ഏറ്റവും അധികം കാത്തിരിക്കുന്ന ചിത്രം ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.